ഒരു വേവ് ഫോം സിഗ്നൽ സെലക്ട് ചെയ്യുക. Club FM 99.6. ദുബായിലെ കറന്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, ഒപ്പം ഹ്യൂമിഡിറ്റി 45%. Catchy weekend. So I'm kind of one leg here, one leg there, if you know what I mean. So I understand both mentalities, I'd say, quite well. My name is Antti. I'm 38 years old and I'm born in Soviet Union. It was Soviet Union. Raspberrypi 4 എന്നൊരു മിനി കമ്പ്യൂട്ടറാണ്, പോക്കറ്റ് കമ്പ്യൂട്ടർ. ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്: ഇതാണ് Raspberrypi 4. Raspberrypi 4 ഇതിന് ഇൻ്റർഫേസ് HDMI ആണ്. മൈക്രോ HDMI 2 സ്ലോട്ടുണ്ട്. അത് മൈക്രോ HDMI ഒരു സൈഡിൽ കണക്ട് ചെയ്യണം, മറു സൈഡിൽ HDMI നോർമലുള്ള കേബിൾ യൂസ് ചെയ്യണം. C ടൈപ്പ് അഡാപ്റ്ററാണ് പവർ സപ്ലൈ. ഇതിൻ്റെ റാം 4GB ആണ്. പിന്നെ ഒരു കണക്ഷനുള്ളത് ഓഡിയോ ആണ്, ഓഡിയോ സോക്കറ്റ്. LAN സോക്കറ്റ് ഉണ്ട്, 4 USB ഉണ്ട്. റാസ്ബെറിപ്പൈ ഫൗണ്ടേഷൻ്റെ തന്നെ ഒറിജിനൽ പവർ സപ്ലൈ ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. കാരണം 5 വോൾട്ട് C കണക്ടർ അഡാപ്റ്റർ ആണെങ്കിലും അതിന് 3 ആംപ്സ് കറണ്ട് ആവശ്യമുണ്ട്. അതിനാൽ മൊബൈലിൻ്റെ ചാർജർ യൂസ് ചെയ്യാൻ സാധ്യമല്ല. റാസ്ബെറിപ്പൈ ഫൗണ്ടേഷൻ്റെ തന്നെ 5.1 വോൾട്ട് ഔട്ട്പുട്ട്, 3 ആംപ്സ്, 15.3 വാട്ട്സ്. ഇതാണ് ഒറിജിനൽ അഡാപ്റ്റർ. റാസ്ബെറിപ്പൈയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാസ്ബിയൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു micro SD കാർഡിലാണ്. അത് micro SD കാർഡ് ഒരു കാർഡ് റീഡർ വഴി കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. ആദ്യം FAT32 ഫോർമാറ്റ് ചെയ്യുക. FAT32 512 bytes. Raspberrypi OS ഡൗൺലോഡ് ചെയ്യാനായി raspberrypi.com വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിൽ നിന്ന് സോഫ്റ്റ്വെയർ സെക്ഷനിൽ പോവുക. സോഫ്റ്റ്വെയർ സെക്ഷനിൽ നിന്ന് Raspberrypi ഇമേജർ ഡൗൺലോഡ് ചെയ്യണം. വിൻഡോസിനാണെങ്കിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസ്, മാക് ആണെങ്കിൽ ഡൗൺലോഡ് ഫോർ മാക് ആൻഡ് ഉബുണ്ടു. ഇപ്പോൾ വിൻഡോസിലായതുകൊണ്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ്. ഡൗൺലോഡായി. ഇമേജർ ഓപ്പൺ ചെയ്യുക. വിൻഡോസിന് ഇൻസ്റ്റാൾ ചെയ്ത റാസ്ബെറിപ്പൈ ഇമേജർ ഓപ്പണായി. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യുക. റാസ്ബെറിപ്പൈ OS 32 ബിറ്റ്. ചൂസ് സ്റ്റോറേജ്. നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള FAT32 ഫോർമാറ്റ് ചെയ്തിട്ടുള്ള SD കാർഡ്. സെറ്റിങ്സിൽ പോയിട്ട്
സെറ്റ് ലോക്കൽ സെറ്റിങ്സ്. എവിടെയാണോ നിങ്ങളുടെ ലൊക്കേഷൻ, ആ ലോക്കൽ സെറ്റിങ്സ് സെറ്റ് ചെയ്യുക. ദുബായിയാണ് പ്രസൻറ്റ് ലൊക്കേഷൻ, അതിനാൽ ദുബായ് സെലക്ട് ചെയ്യുന്നു. കീബോർഡിലായിട്ട് US കീബോർഡ്, സേവ്, റൈറ്റ്. ഇപ്പോൾ റാസ്ബെറി പൈ OS രാസ്ബിയൻ SD കാർഡിലോട്ട് റൈറ്റ് ചെയ്യുകയാണ്. മൈക്രോ SD കാർഡിൻ്റെ പോർട്ട് റാസ്ബെറി പൈ ഇമേജർ വഴി റാസ്ബെറി പൈ OS റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റാസ്ബെറി പൈ OSൻ്റെ സോഫ്റ്റ്വെയർ റൈറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പവർ സപ്ലൈയുടെ C കണക്ടർ കണക്ട് ചെയ്തതിൻ്റെ അടുത്തുള്ള മൈക്രോ HDMI പോർട്ടിലാണ് ഇനിഷ്യൽ ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡിസ്പ്ലേ രണ്ട് HDMIയുടെ പോർട്ടുകൾ അവൈലബിൾ ആണ്. രണ്ട് HDMI കണക്ട് ചെയ്യുന്നതിനെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് പവർ സപ്ലൈയുടെ അടുത്തുള്ള കണക്ഷനിലാണ്. റാസ്ബെറി പൈ OS ഇമേജർ വഴി ഇൻസ്റ്റാൾ ചെയ്ത SD കാർഡ് പോർട്ടിൽ ഇൻസർട്ട് ചെയ്തു. പവർ സപ്ലൈ ഓണാക്കി റാസ്ബെറി പൈ ബൂട്ടിംഗ് നടക്കണം. ഇനിഷ്യൽ ബൂട്ടിംഗ് ആണ്. LED TV ആണ് ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. HDMI പോർട്ട് വഴി ഡിസ്പ്ലേ ആയിട്ട് LED TV ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. റാസ്ബെറി പൈ ഫസ്റ്റ് ഇനിഷ്യൽ ബൂട്ടിംഗ് ആണ്. USB പോർട്ട് വഴി എൻ്റെ വയർലെസ് മൗസിൻ്റെയും വയർലെസ് കീബോർഡിൻ്റെയും ഡോംഗിൾ കണക്ട് ചെയ്തു. അപ്പോൾ വയർലെസ് മൗസും വയർലെസ് കീബോർഡും ഇതുവഴി നടക്കാം. ഇത് കണക്ട് ചെയ്ത് വയർലെസ് മൗസ് യൂസ് ചെയ്യുന്നു. കൺട്രി സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് ഓട്ടോമാറ്റിക് അറബി വന്നതാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ടൈം സോൺ ദുബായ്, അതുകൊണ്ട് യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. കീബോർഡ് യൂസ് ചെയ്യുക, US കീബോർഡ്. നെക്സ്റ്റ്. റാസ്ബെറി പൈയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ന്യൂ പാസ്വേഡ് കൊടുക്കണം. വയർലെസ് കീബോർഡ് യൂസ് ചെയ്ത് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാസ്ക് ബാർ സ്ക്രീൻ കറക്റ്റ് അല്ല, അതിനാൽ ടാസ്ക് ബാർ ഡസ് നോട്ട് ഫിറ്റ് ഇൻ ടു സ്ക്രീൻസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. വൈഫൈ നെറ്റ്വർക്ക് സെർച്ച് ചെയ്യുന്നുണ്ട്. വൈഫൈ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് കൊടുത്ത് വൈഫൈ നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ചെയ്യുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യുക, പിന്നീട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. Setup complete. Your Raspberry Pi is now set up and ready to go. Raspberry Pi ready ആയിരിക്കുകയാണ്. Restart to your PI so the new settings will be effective. Restart ആയി. Raspberry Pi സ്ക്രീൻ സൈസ് എല്ലാം കറക്റ്റ് ആയതാണ്.
ചേഞ്ച് ആക്കി. പ്രിഫറൻസിൽ നമുക്ക് ആഡ് റിമൂവ് സോഫ്റ്റ്വെയർ വഴി നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ എല്ലാം ഡൗൺലോഡ് ചെയ്യാം. വൈഫൈ കണക്ഷൻ വഴി നമുക്കെല്ലാം സോഫ്റ്റ്വെയർ എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാം. ഇതാണ് SDR, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ. ഈ USB ടൈപ്പ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ വഴി നമുക്ക് FM, ഹൈ ഫ്രീക്വൻസി റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ്, ഷോർട്ട് AM എല്ലാം ലഭിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോയും Raspberrypi P4 കണക്റ്റ് ചെയ്ത് നമുക്കെങ്ങനെ റേഡിയോ റിസപ്ഷൻ കിട്ടും എന്നുള്ളത് നോക്കാം. റാസ്ബെറിപ്പൈയുടെ ആപ്ലിക്കേഷൻ മെനുവിൽ നിന്നും പ്രിഫറൻസിൽ ആഡ് റിമൂവ് സോഫ്റ്റ്വെയറിൽ നമുക്ക് RTL SDR അല്ലെങ്കിൽ SDR റേഡിയോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. RTL SDR അല്ലെങ്കിൽ SDR റേഡിയോ എന്ന ഓപ്ഷനിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കിട്ടാത്തതുകൊണ്ട് CubicSDR എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. CubicSDR ഒരു പെർഫെക്റ്റ് SDR സോഫ്റ്റ്വെയറാണ്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ റിസീവർ CubicSDR. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ ഷോർട്ട് വേവ്, FM എല്ലാം നമുക്ക് SDR വഴി ലഭിക്കുന്നതാണ്. നമ്മൾ റാസ്ബെറിപ്പൈക്ക് കൊടുത്ത പാസ്വേഡ് ഇതിന് അപ്ലൈ ചെയ്യണം. അതിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻസ്റ്റാളിംഗ് പാക്കേജ്, ഡൗൺലോഡിംഗ് പാക്കേജസ്. CubicSDR സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ റിസീവർ. ഈ സോഫ്റ്റ്വെയറിലാണ് ആ റേഡിയോയ്ക്ക് ആവശ്യമായ പ്രോഗ്രാംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. USB സ്റ്റിക്കിലുള്ള സർക്യൂട്ട് വഴി നമ്മളൊരു എക്സ്റ്റേണൽ ആൻറ്റിനയും കണക്ട് ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ ടെലിസ്കോപ്പിക് ആൻറ്റിന മതിയാകും. ആൻറ്റിന വഴി റിസീവ് ചെയ്യുന്നത് RTL SDRൻ്റെ USB സ്റ്റിക്ക് വഴി ഈ സോഫ്റ്റ്വെയറിലോട്ട് കൊടുത്ത് ഈ CubicSDR എന്ന സോഫ്റ്റ്വെയറാണ് നമുക്ക് ആവശ്യമുള്ള FM ഫ്രീക്വൻസി, ഷോർട്ട് വേവ്, മീഡിയം വേവ്, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് എല്ലാം ലഭ്യമാക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇൻസ്റ്റാളായി കഴിഞ്ഞു. നമുക്ക് റാസ്ബെറിപ്പൈ മെനുവിൽ പോയിട്ട് അതർ എന്നുള്ള ഫോൾഡറിൽ CubicSDR ഉണ്ട്. CubicSDR അവൈലബിളാണ്. RTL SDRൻ്റെ SML പോർട്ടിൽ നമ്മൾ ആൻറ്റിന കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ വയർ പുറത്ത് കൊടുത്തിരിക്കുന്ന ഒരു ടെലിസ്കോപ്പിക് ആൻറ്റിനയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ RTL SDR നമ്മൾ റാസ്ബെറിപ്പൈയിൽ കണക്ട് ചെയ്യാം. RTL SDR റാസ്ബെറിപ്പൈയിൽ USB പോർട്ടിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലെ അതർ എന്നുള്ള ഓപ്ഷനിൽ CubicSDR സെലക്ട് ചെയ്യുക. CubicSDR സോഫ്റ്റ്വെയർ ഓപ്പണായി. അതിൽ ഡിവൈസസിൽ ജനറിക് RTL 2832U YM ഇതാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന
RTL SDR. അത് സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. സിഗ്നൽ കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട മോഡുലേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. FM, AMS, NBFM, FMS, NBFM, AM, LSB, ESB. ഇത് നമ്മൾ FM സെലക്ട് ചെയ്യുന്ന സെറ്റിങ്സിൽ ഏത് ഫ്രീക്വൻസിയാണ് സെലക്ട് ചെയ്ത് നോക്കുക. ഡയറക്റ്റ് സാമ്പിളിംഗ് ഓഫ് ആണെങ്കിൽ നമുക്ക് FM സെലക്ട് ചെയ്യാം. ഒരു വേവ് ഫോം സിഗ്നൽ സെലക്ട് ചെയ്യും. On Club FM 99.6. ദുബായിലെ കറന്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, ഒപ്പം ഹ്യൂമിഡിറ്റി 45%. Catchy weekend. ഇത് കഴിഞ്ഞ് സെറ്റിങ്സിൽ പോയിട്ട് ഡയറക്റ്റ് സാമ്പിളിംഗ് QADC സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമുക്ക് കിട്ടുന്നതാണ്. AM ഫ്രീക്വൻസി സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഷോർട്ട് വേവ് റേഡിയോയുടെ ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് ഡിവൈസ്, സെറ്റിംഗ്സിൽ എക്സാമ്പിൾ 跟我音上环境不干改善，我റേഡിയോ എല്ലാം ക്ലിയർ ആയി地 കിട്ടുന്നു. 点 വേൾഡ് ബ്രോഡ്കാസ്റ്റിംഗ് റേഡിയോ malam gwalolo da tasi mai shago alabarno sai hadiza matar mai kayan miya gobe da musa ogansi sabon gida. Чтобы отмечены многие каналы относительно персидского двора и его этикет. Bandwidth adjust ചെയ്യാം. Что в них говорится о Мардаке, как и Балдиен. Я всех евреев в третьем, а не в первом лице. В книге дается много пояснений. Необходимо World Radio Receiver ആണത്. следить с персидскими обычаями и общепринятыми. Without a future. Now I'm at home running 5 times a day or even more to the basement. I have lost my adorable work with decoration because moms from our school with their kids had to flee the country to save their kids' lives. I stay in Nepal because it's my homeland and it's my home. ഡിസ്പ്ലേ എല്ലാം സെലക്ട് ചെയ്യുന്നതാണ്. ടെക്സ്റ്റ് സൈസ്, കളർ സ്കീം ചേഞ്ച് I know ചെയ്യാം. we will break through, we will win and rebuild our country. Change the color scheme. We will rebuild our country, saving
our freedom and independence. Now I can't get used to it. It's impossible to put up with it. I'm stressed and very scared. My dad and my brother went to war, and I just pray all the time to have them alive as soon as possible. From Dnipro. Well, that's why in our coverage of this, because the city of Dnipro has one of Ukraine's largest Jewish communities. It's got a Jewish community center, which is thought to be among the largest Jewish religious complexes in the world. So let's talk about how Israel's connections to Ukraine and also to Russia could make a difference and are having an impact on the conflict. Let's bring in Nelly Zimba, a journalist based in Tel Aviv in Israel. Good evening, Nelly. How are you? Good evening. Good to be with you. It's really great to have you on the program. Do tell us more about the really strong cultural ties between Israel and Russia and Ukraine. Sure. I mean, it's no secret. Israel, along with Ukraine and Russia, have deep cultural and historical ties. We just need to remember that back in the 1990s, after the fall of the Soviet Union, over 1 million Jews from the former Soviet states immigrated to Israel. And now they make up a large proportion of the public. Various senior politicians here in Israel were actually born in the former Soviet Union. And even as we speak, you have analysts of, say, Ukrainian or Russian descent on television here speaking fluent Hebrew, explaining the war in Ukraine to the Israeli public in Hebrew. And the Israeli Prime Minister, he's still relatively new, the job, Naftali Bennett, has set himself up as a mediator between Ukraine and Russia. What do you think about Israel make of that? Well, it was an unlikely turn of events that began really last weekend when dramatically Naftali Bennett, an observant Jew, broke the Sabbath, broke the rules of the Sabbath, and flew to Moscow to meet with Putin, the first Western leader to actually meet with Putin since he launched his assault on Ukraine. And Bennett really has inserted himself as this mediator of the go-between. So he's really trying to play a constructive role, but even he is aware, and says this publicly, that the odds of success are quite low. But he's intent on trying both on its own terms to try to halt the war, as unlikely as that may seem at the moment, as well as safeguard various Israeli interests. First and foremost, the Jewish population. I'm 38 years old and I'm born in Soviet Union. It was Soviet Union then, in Petrozavod. It's Karelia, it's near Finnish border. So we moved in 91, so it was Soviet Union when we moved to Finland. My father is ethnicity like Ingeri, it's a small Finnish ethnicity. So before the Second World War, our grandfathers